അങ്ങനെ കാത്തിരുന്ന LBS സെന്ററിലെ നഴ്സിംഗിനുള്ള ആപ്ലിക്കേഷൻ, നഴ്സിംഗിന് മാത്രമല്ല പാരാമെഡിക്കലിലേക്കുള്ള ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടായിരിക്കും, ജൂൺ 11 മുതലാണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയത്. അപ് ടു ജൂലൈ 2 ആണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. കാരണം നമ്മൾ ജൂലൈ 2 വരെ ഒരിക്കലും വെയിറ്റ് ചെയ്തിരിക്കരുത് ആപ്ലിക്കേഷൻ അയക്കാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് എമർജൻസി ആയിട്ട് പോയിട്ട് ആപ്ലിക്കേഷൻ അയക്കേണ്ട ആവശ്യമില്ല. ആദ്യം തന്നെ നമ്മൾ ഇതിന്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക, അതിന്റെ പ്രോസ്പെക്ടസ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണോ നീഡഡ് ആയിട്ടുള്ളത് ആ ഡോക്യുമെന്റ്സ് കറക്റ്റ് ആയിട്ട് ക്യാരി ചെയ്തതിന് ശേഷം നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു അക്ഷയ സെന്ററിലോ അല്ലെങ്കിൽ സ്വന്തമായിട്ടോ ഒക്കെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. സോ ഇതാണ് LBS സെന്ററിന്റെ വെബ്സൈറ്റ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു നഴ്സിംഗ് ഗുരു. സോ ഈ LBS സെന്ററിൽ ഇവിടെ കാണാം നഴ്സിംഗ് ആൻഡ് അലൈഡ് സയൻസ്. ഈ ഒരു ഏരിയയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെയുണ്ട് അഡ്മിഷൻ ടു നഴ്സിംഗ് ആൻഡ് അലൈഡ് സയൻസസ്. സോ ഇതിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സെക്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് വരുന്ന പേജ് ഇതാണ്. സോ ഇവിടെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ എന്തൊക്കെയാണ് ഇൻഫർമേഷൻസ്? ഡൗൺലോഡ്സിൽ നോക്കൂ, 15/6/2026 ടെന്റേറ്റീവ് ഷെഡ്യൂൾ മീൻസ് അതിൽ ഓരോ തവണ എന്നൊക്കെയാണ് ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ്, ലാസ്റ്റ് ഡേറ്റ്, അങ്ങനെ ഇവന്റ്സ് എല്ലാം കൂടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. അത് ആ ഒരു ഏരിയ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഹിയർ നമുക്ക് കാണാം ടെന്റേറ്റീവ് ഷെഡ്യൂൾ ഫോർ ദ അഡ്മിഷൻ ഓഫ് പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സ് ഇൻ നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ സ്ട്രീംസ് 2026. അറിയാം, നമ്മുടെ രജിസ്ട്രേഷൻ, പേഴ്സണൽ ആൻഡ് അക്കാഡമിക് ഡേറ്റ ഒക്കെ ആഡ് ചെയ്ത് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഡേറ്റ് വരുന്നത് 11/6/2026 മുതൽ ജൂലൈ 2 വരെയാണ്. സോ നെക്സ്റ്റ് വരുന്നത് പബ്ലിക്കേഷൻ ഓഫ് ദ പേഴ്സണൽ ഡേറ്റ. എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ കാൻഡിഡേറ്റിന്റെ ലോഗിനിൽ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് റിസീവ് ചെയ്യും. ആ നോട്ടിഫിക്കേഷൻസ് ഒക്കെ റീഅറേഞ്ച് ചെയ്യാനുള്ള ടൈം ഒക്കെ കൊടുത്തിട്ടുണ്ട്. ദെൻ റാങ്ക് ലിസ്റ്റ് പബ്ലിക്കേഷൻ ഓഫ് ദ റാങ്ക് ലിസ്റ്റിന്റെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെയാണ് ട്രയൽ അലോട്ട്മെന്റ്. സോ എന്നാണ് ട്രയൽ അലോട്ട്മെന്റ് വരുന്നത്? 19/8/2026 ട്രയൽ അലോട്ട്മെന്റ് പറഞ്ഞിരിക്കുന്നത്. സോ ട്രയൽ അലോട്ട്മെന്റ് വന്നു കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും ഏത് കോളേജിലായിരിക്കും അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ളത്. അതുപോലെ തന്നെ നമ്മൾ എത്രാമത്തെ റാങ്കിലാണ് അതൊക്കെ നമുക്ക് ട്രയൽ അലോട്ട്മെന്റിൽ മനസ്സിലാക്കാൻ പറ്റും. അത് ബേസ് ചെയ്തതിന് ശേഷം എഗെയിൻ നമുക്ക് ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യാനും മോഡിഫൈ ചെയ്യാനും അതുപോലെ ഓപ്ഷൻ ആഡ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതിനും ശേഷം ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്ന ഡേറ്റ് 1/9/2026 ആണ്. സോ ദെൻ സെക്കൻഡ് അലോട്ട്മെന്റ്, തേർഡ് അലോട്ട്മെന്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നടക്കും. 15th കൊണ്ട് ഫൈനൽ അലോട്ട്മെന്റ് മീൻസ് ഓർ തേർഡ് അലോട്ട്മെന്റും കംപ്ലീറ്റ് ആകും. ദെൻ ജോയിൻ ചെയ്യാനുള്ള ഡേറ്റ് ഇത്തവണ LBS സെന്റർ വഴി അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസ് ജോയിൻ ചെയ്യാനുള്ള ഡേറ്റ്, ദാറ്റ് മീൻസ് 2026 and 27 നഴ്സിംഗിന്റെ അക്കാഡമിക് ഇയർ കോളേജസിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ 19th ഓൺവേർഡ്സ് ആയിരിക്കും അപ്രോക്സിമേറ്റ്ലി. ഓക്കെ, സോ എന്താണ് ഈ LBS സെന്റർ? കഴിഞ്ഞ ദിവസം നമ്മൾ PNC മാർക്കിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തു. അതിൽ കുറെ കുട്ടികൾ ഡൗട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താണ് PNC മാർക്കും LBS സെന്റർ തമ്മിലുള്ള ഡിഫറൻസ്? PNC മാർക്ക് കംപ്ലീറ്റ്ലി ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സെക്ടറാണ്. LBS സെന്റർ ഗവൺമെന്റ് അല്ലെങ്കിൽ മെറിറ്റ് കാറ്റഗറിയിൽ നമുക്ക് അഡ്മിഷൻ എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് തരുന്നതാണ് LBS സെന്റർ. ഇത് ഗവൺമെന്റ് ഓഫ് കേരളയുടെ അണ്ടറിലുള്ളതാണ്. അതേപോലെ തന്നെ നമുക്ക് ഗവൺമെന്റ് മെഡിക്കൽ കോളേജസിൽ വളരെ കുറഞ്ഞ ഫീസിൽ അഡ്മിഷൻ നേടാനും LBS സെന്റർ വഴി തന്നെ ആപ്ലിക്കേഷൻ അയക്കണം. ബേസ്ഡ് ഓൺ നിങ്ങളുടെ മാർക്ക് ആയിരിക്കും ഈ നിങ്ങൾ അലോട്ട്മെന്റിൽ റാങ്ക് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ആവുക. ഓക്കെ, സോ ദെൻ നമുക്ക് അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് നോക്കാം. സോ ഇതിൽ ഇൻഫർമേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബേസിക് ഇൻഫർമേഷൻസ്, അപേക്ഷകന്റെ വ്യക്തിഗത വിവരങ്ങൾ ഓൺലൈനിൽ രേഖപ്പെടുത്തിയ ശേഷം ലഭിക്കുന്ന ചെലാൻ ഉപയോഗിച്ച് ഫെഡറൽ ബാങ്കിലൂടെ അപേക്ഷാ ഫീസ് കൊടുക്കാവുന്നതാണ്. ഓൺലൈൻ പേയ്മെന്റ് ഉണ്ട്, അതുപോലെ തന്നെ ചെലാൻ പേയ്മെന്റ് ഉണ്ട്. ഓൺലൈനിന്റെ പേയ്മെന്റ് ഫീസ് വരുന്നത് 800 ഫോർ ജനറൽ കാറ്റഗറീസ് ആൻഡ് SC ST അതുപോലെ വരുന്ന സംവരണ വിഭാഗങ്ങൾക്ക് 400 rupees ആണ് വരുന്നത്. ഓക്കെ, സോ അത് നമ്മൾ ഫസ്റ്റ് തന്നെ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ലൈക്ക് ന്യൂ രജിസ്ട്രേഷൻ ചെയ്യുന്ന ടൈമിൽ തന്നെ കാസ്റ്റിന്റെ റിസർവേഷൻ എടുക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ അത് വ്യക്തമായിട്ട് സർട്ടിഫിക്കറ്റ്സോട് കൂടിയിട്ട് ഇൻഫർമേഷൻസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ദെൻ നെക്സ്റ്റ് വരുന്നത് ഇവിടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ആപ്ലിക്കേഷൻ ഫീസ്, റെമിറ്റൻസ് ഓഫ് ആപ്ലിക്കേഷൻ ഫീസ് ആൻഡ് സബ്മിഷൻ ഓഫ് ദ ആപ്ലിക്കേഷൻ ഫോം. സോ ചില സ്റ്റുഡൻസ് ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കുന്ന ഫോം ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ബാങ്കിൽ പോയിട്ട് ചെലാൻ അടയ്ക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അതുപോലെ ഓൺലൈൻ പേയ്മെന്റും ചെയ്യാവുന്നതാണ്. രണ്ട് ഓപ്ഷൻസും ഉണ്ട്.
അതിനുശേഷം അതിന്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇവിടെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ എഗെയിൻ കുറച്ചധികം ഇൻഫർമേഷൻസ് അടങ്ങിയ ഒരു പ്രോസ്പെക്ടസും അവൈലബിൾ ആണ്. സോ ഈ പ്രോസ്പെക്ടസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. LBS സെന്ററിന്റെ വെബ്സൈറ്റിൽ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. സോ എന്താണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സ് ഇൻ നഴ്സിംഗ് ആൻഡ് അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനം സംബന്ധിച്ചിട്ടുള്ള ഒരു മാനദണ്ഡമാണ് 2026. സോ ഇതിലെങ്ങനെയാണ് നമ്മൾ ഔദ്യോഗിക വെബ്സൈറ്റ് ഏതാണ്? www.lbscenter.kerala.gov.in. ഈ വെബ്സൈറ്റ് വഴി നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ദെൻ എന്തൊക്കെ കാര്യങ്ങളാണ്? ന്യൂ യൂസർ എന്ന് പറയുന്ന സെക്ഷൻ ഇവിടെ കാണാം, ന്യൂ രജിസ്ട്രേഷൻ. സോ ഈ ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. സോ ന്യൂ രജിസ്ട്രേഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ന്യൂ കാൻഡിഡേറ്റ് ആണ്, കുറച്ച് ബേസിക് ഇൻഫർമേഷൻസ് ഒക്കെ ഉണ്ട്. സോ ഇവിടെ ഇൻഫർമേഷൻസ് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഇൻഫർമേഷൻസ് കൊടുക്കുക. നെയിം കൊടുക്കണം, അഡ്രസ് കറക്റ്റ് ആയിട്ട് കൊടുക്കണം, അഡ്രസ് കറക്റ്റ് ആയിരിക്കണം. SSLC സർട്ടിഫിക്കറ്റിലെ അഡ്രസ് തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ദെൻ പോസ്റ്റ് ഓഫീസ്, പിന്നെ നമ്പർ, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത് ആൻഡ് വെരിഫിക്കേഷൻ കോഡ്. നിങ്ങൾക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് ലഭിക്കും. ദെൻ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് നിങ്ങളുടെ റിലീജിയൻ, ഏതെങ്കിലും സംവരണ വിഭാഗമാണെങ്കിൽ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ്. സോ LBS സെന്ററിന്റെ സംവരണ ആനുകൂല്യം ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ്സുകൾ, ആ ഒരു സെക്ഷൻ ഓഫ് നമ്മൾ സംവരണം ലഭിക്കണം എന്നുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് ക്യാരി ചെയ്യുന്നത് എന്ന റിലേറ്റഡ് ആയിട്ട് ഒരു പ്രോസ്പെക്ടസും നമ്മുടെ വെബ്സൈറ്റിൽ LBS സെന്ററിന്റെ വെബ്സൈറ്റിലുണ്ട്. സോ ഇത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം ഏത് കാറ്റഗറി ആണോ അപ്പൊ ആ കാറ്റഗറിയിൽ തന്നെ നമുക്ക് അതിന്റെ ഒരു ആനുകൂല്യം കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സുകൾ സബ്മിറ്റ് ചെയ്യണം. സോ LBS സെന്ററിലാണ്, അതുകൊണ്ട് തന്നെ ആളുകൾ പ്രോപ്പർ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്, നല്ലൊരു കോമ്പറ്റീഷൻ നടക്കുന്ന മേഖലയാണ്. സോ പ്രോപ്പർ ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യാൻ വേണ്ടി നോക്കുക. സോ ഇതെല്ലാം റീഡ് ചെയ്ത് നോക്കിയിട്ട് ഇത്തരം സർട്ടിഫിക്കറ്റ്സുകൾ അപ് ടു ഡേറ്റ്, കറന്റ് സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ മാത്രം അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് ഫർദർ പോവുക. ഓക്കെ, ദെൻ നമ്മുടെ പ്രോസ്പെക്ടസ്, ജനറൽ പ്രോസ്പെക്ടസ് ആണ്. സോ ഇവിടെ BSc നഴ്സിംഗിന് മറ്റ് അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകളിലേക്കുള്ള അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിച്ചാൽ മതിയായിരിക്കും. അതുകൂടാതെ ചില സ്റ്റുഡൻസ് എങ്കിലും ഒരു ഡൗട്ട് ഉണ്ട്, നമ്മൾ ഓൺലൈൻ ആയിട്ടുള്ള ഫൈനൽ കൺഫർമേഷൻ സബ്മിഷൻ കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന പ്രിന്റ് ഔട്ട് നമ്മുടെ സർട്ടിഫിക്കറ്റ്സിന്റെ ഒപ്പം LBS സെന്ററിലോട്ട് അയക്കണോ എന്നൊരു ഡൗട്ട് ചോദിക്കാറുണ്ട്. വേണ്ട, ഓൺലൈനായിട്ട് മാത്രമാണ് ആപ്ലിക്കേഷൻസ് അയക്കേണ്ടത്. ഒരു കോപ്പിയും, അതായത് ഇവിടെ കറക്റ്റ് എഴുതിയിട്ടുണ്ട്, അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് സർട്ടിഫിക്കറ്റിന്റെ കോപ്പികളും LBS ഡയറക്ടറുടെ ഓഫീസിലേക്ക് അയക്കേണ്ടതില്ല. ഓക്കെ, സെക്കൻഡ് പാരഗ്രാഫ് ശ്രദ്ധിച്ചു നോക്കൂ. അപേക്ഷകൾ ഓൺലൈൻ അപേക്ഷ സമർപ്പണത്തിനായി പാസ്പോർട്ട് സൈസ് ഫോട്ടോ, നിങ്ങളുടെ എന്തൊക്കെയാണ് വേണ്ടത് ഈ ഡോക്യുമെന്റ്സുമായിട്ട് പോവുക. LBS സെന്ററിൽ അപ്ലൈ ചെയ്യുന്ന സ്റ്റുഡൻസ് എന്റെ ഒരു റെക്കമെൻഡേഷൻ, നിങ്ങൾ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ സെന്ററിലോ അല്ലെങ്കിൽ അക്ഷയ സെന്ററിൽ നിന്നിട്ടോ ആപ്ലിക്കേഷൻ അയക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ചിലപ്പോൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഫോർമാറ്റ് കൺവേർട്ട് ചെയ്യാനൊക്കെയുള്ള ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ബിക്കോസ് ഇത് നിങ്ങളുടെ ഒരു ലൈഫാണ്. പ്രൊഫഷണൽ കോഴ്സ് ചൂസ് ചെയ്യുന്ന ഒരു നല്ല ഒരു വളരെയധികം ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ട ഒരു ടൈമാണ്. സോ അതുകൊണ്ട് തന്നെ ഒരു അക്ഷയ സെന്ററിലൊക്കെ പോയി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപേക്ഷകൾ ഓൺലൈനായിട്ട് അപേക്ഷകൾ അയക്കാൻ വേണ്ടി ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ കരുതേണ്ട സർട്ടിഫിക്കറ്റ്സുകൾ, ജനറൽ കാറ്റഗറി എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഓക്കെ. ദെൻ ഒപ്പ്, നിങ്ങളുടെ സിഗ്നേച്ചർ അത് JPEG ഫോർമാറ്റിലുള്ളത് തന്നെ വേണം. ദെൻ അപേക്ഷകന്റെ സർട്ടിഫിക്കറ്റുകളിലെ പൂർണ്ണ വ്യക്തവുമായ സ്കാൻ ചെയ്തെടുത്ത ഡിജിറ്റൽ കോപ്പി, സ്കാൻ ചെയ്ത കോപ്പീസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ യൂസ്ഡ് ആയിട്ടുള്ള ഇപ്പൊ ആക്റ്റീവ് ആയിട്ടുള്ള ഇമെയിൽ ID എന്നിവ ഉണ്ടായിരിക്കണം. ഇതിലേക്കെല്ലാം നിങ്ങൾക്ക് OTP വെരിഫിക്കേഷൻ പോകുന്നതാണ്. ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ, ഇമെയിൽ എന്നിവ അപേക്ഷാ സമർപ്പണത്തിന് ശേഷം മാറ്റാൻ പറ്റുന്നതല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന നിങ്ങളുടെ പേഴ്സണൽ മൊബൈൽ നമ്പറോ ഇമെയിൽ ID തന്നെ കൊടുക്കുക. അത് ആക്റ്റീവ് ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ട്രയൽ അലോട്ട്മെന്റിന്റെ സമയത്തും അതുപോലെ നിങ്ങൾ ആപ്ലിക്കേഷൻ അയച്ചതിന് ശേഷം അതിനകത്ത് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിലും അതിനകത്ത് നോട്ടിഫിക്കേഷൻ വരുന്നതുമായിരിക്കും. ഓക്കെ, അത് മാത്രമല്ല ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, നിങ്ങൾ വൺസ് ആപ്ലിക്കേഷൻ ഫൈനൽ സബ്മിഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് തന്നെ LBS സെന്ററിന്റെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപേക്ഷയുടെ അന്തിമ സമർപ്പണത്തിന് മുമ്പായി ആവശ്യമുള്ള ക്ലെയിമുകൾ നൽകേണ്ടതും അതിനാധാരമായ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ടതുമാണ്. അതായത് സംവരണ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ഏത് വിഭാഗത്തിലുള്ളവരാണെങ്കിലും കുറച്ച് സർട്ടിഫിക്കറ്റ്സ് സബ്മിറ്റ് ചെയ്യാനുള്ളതെല്ലാം പ്രോപ്പർ ആയിട്ട് സ്കാൻഡ് കോപ്പി സർട്ടിഫിക്കറ്റ് ചെയ്യണം. അന്തിമ സമർപ്പണം മീൻസ് ഫൈനൽ സബ്മിഷൻ
ഫൈനൽ സബ്മിഷന് ശേഷം പുതിയ ക്ലെയിമുകൾ നൽകുവാൻ സാധിക്കുന്നതല്ല. അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഫോട്ടോ, ഒപ്പ്, സർട്ടിഫിക്കറ്റുകൾ എന്നിവ ശരിയായ രീതിയിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ദെൻ ആ അപേക്ഷകളുടെ പ്രിന്റ് ഔട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടില്ല, സെൻഡ് ചെയ്യേണ്ടതായിട്ടില്ല. ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന അപേക്ഷ നമ്പർ, രജിസ്ട്രേഷൻ ID, പാസ്വേഡ് അലോട്ട്മെന്റിന്റെ പ്രക്രിയ തീരുന്നത് വരെ സുരക്ഷിതമായി സൂക്ഷിക്കുക. കാരണം എന്തെങ്കിലുമൊക്കെ അലോട്ട്മെന്റിൽ റീ അറേഞ്ച്മെന്റ്സ് വേണമെങ്കിൽ നമുക്ക് എഗെയിൻ ലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. യൂസർ ID പാസ്വേഡും മിസ്സാവാതെ മറന്നു പോകാതെ എഴുതി വെച്ച് സൂക്ഷിക്കുക. മിസ്സായാലും നമുക്ക് റിക്കവർ ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, പക്ഷെ അങ്ങനെ ഒരു അവസരം കൊടുക്കാതിരിക്കുക. ഓൺലൈനിന്റെ അപേക്ഷ പൂർണ്ണമായും പൂരിപ്പിച്ചു കഴിഞ്ഞാൽ അപേക്ഷയുടെ ഫൈനൽ സബ്മിഷൻ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. ബിക്കോസ് നമുക്കറിയാം, ഫസ്റ്റ് നമ്മൾ ഈ രജിസ്ട്രേഷന് ശേഷം സേവ് ചെയ്ത് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകുമ്പോൾ പേയ്മെന്റ് ഓപ്ഷൻ ആണ് വരുന്നത്. സോ പേയ്മെന്റ് ഓപ്ഷൻ ചിലപ്പോൾ നെറ്റ്വർക്ക് എറർ മൂലം പോസിബിൾ അല്ലെങ്കിൽ എഗെയിൻ മേക്ക് ദ പേയ്മെന്റ് എന്ന് പറയുന്ന സെക്ഷൻ ക്ലിക്ക് ചെയ്യുക, പേയ്മെന്റ് ചെയ്യുക. സോ ചില സ്റ്റുഡൻസ് എങ്കിലും ബാങ്കിൽ പോയിട്ട് ചെല്ലാനായിട്ട് അടയ്ക്കുന്നുണ്ടാവും. അപ്പോൾ ഒരു 24 hours ഗ്യാപ്പ് വരും. അപ്പോഴും നമ്മൾ സേവ് ചെയ്ത് കൊടുത്താൽ മതി, ഫൈനൽ സബ്മിഷൻ കൊടുക്കരുത്. ഓക്കെ, എല്ലാ ഡേറ്റാസും ഇൻക്ലൂഡ് ചെയ്തതിന് ശേഷം മാത്രം ഫൈനൽ സബ്മിഷൻ കൊടുക്കുക. ഫൈനൽ സബ്മിഷന് ശേഷം ഒരു എഡിറ്റിംഗ് ഓപ്ഷൻ വളരെ ഡിഫിക്കൽട്ട് ആണ്. ഓക്കെ, അന്തിമ സമർപ്പണം ഒരു ഫൈനൽ കൺഫർമേഷൻ നടത്തി. അത് മാത്രമല്ല, നമ്മൾ ഓരോ ദിവസമായിട്ടായിരിക്കും ചിലപ്പോൾ അപേക്ഷയെല്ലാം ഫില്ല് ചെയ്യുന്നത്. സോ ഫൈനൽ സബ്മിഷൻ ചെയ്യാൻ മറന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഈ ഫൈനൽ കൺഫർമേഷൻ എടുത്താൽ മാത്രമേ ആപ്ലിക്കേഷൻ റിസീവ് ആയിട്ട് കണക്കാക്കുള്ളൂ. സോ അത് ഉറപ്പിക്കുക ഫൈനൽ സബ്മിഷൻ ചെയ്തിട്ടുണ്ട് എന്ന്. സോ നടത്തിയ അപേക്ഷകൾ ഫൈനൽ സബ്മിഷന് ശേഷം ഒരു വെരിഫിക്കേഷൻ ഉണ്ട്. അതിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ്, എന്തെങ്കിലും സാധനങ്ങൾ മിസ്സിംഗ് ആണെങ്കിൽ കാൻഡിഡേറ്റ് പോർട്ടലിൽ അതാത് സമയങ്ങളിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. എല്ലാ അറിയിപ്പുകളും നോട്ടിഫിക്കേഷൻസും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. അതുകൊണ്ടാണ് പറയുന്നത് LBS സെന്ററിന്റെ വെബ്സൈറ്റ് വൺസ് നിങ്ങൾ ഈ ഫൈനൽ സബ്മിഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അഡ്മിഷൻ കൺഫേം ആയിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും 1 or 2 ഡേയ്സിനുള്ളിൽ നിങ്ങൾ വൺസ് ഇത് വിസിറ്റ് ചെയ്തേ മതിയാകൂ. കാരണം ചേഞ്ചസ് ഉണ്ടാകും. അപാകതകൾ പരിഹരിക്കുന്നതിന് ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ അറിയിപ്പ് പ്രകാരമുള്ള നിശ്ചിത സമയത്തിനുള്ളിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അല്ലാത്ത പക്ഷം അപേക്ഷ റിജക്ട് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. ഓക്കെ, നമ്മൾ ഇനി നെക്സ്റ്റ് ചോദ്യമാണ്. ആദ്യം ചെയ്യുന്ന സമയത്ത്, ന്യൂ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കോളേജ് ഒന്നും ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ബേസിക്കലി നമ്മൾ എമൗണ്ട് അടച്ച്, പേയ്മെന്റ് അടച്ച് അഡ്മിഷന്റെ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഈ അപേക്ഷകൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോളേജും കോഴ്സുകളും അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നൽകേണ്ടതില്ല. അതിനുള്ള സൗകര്യം നമുക്ക് പിന്നീടുണ്ട്. നമ്മുടെ അലോട്ട്മെന്റിന്റെ ഒക്കെ ടൈമിൽ അഗൈൻ നോട്ടിഫിക്കേഷൻസ് വരും. സോ നിങ്ങൾക്ക് അപ്പൊ സബ്മിറ്റ് ചെയ്യുന്ന കോളേജസിന്റെ ലിസ്റ്റ് ഒക്കെ ചൂസ് ചെയ്ത് കൊടുക്കാവുന്നതായിരിക്കും. ഓക്കെ, ദെൻ ഓൺലൈനായിട്ട് അപേക്ഷ അയക്കേണ്ട എങ്ങനെയാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഈ ഒരു പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്. ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഏരിയ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ, നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് എഴുതുക. ഇവിടെ നമ്മൾ കാറ്റഗറി ആഡ് ചെയ്യുന്നതുകൊണ്ട് ജനറൽ കാറ്റഗറി ആണോ, SC ST ആണോ, അതോ മറ്റു വിഭാഗത്തിൽപ്പെട്ടതാണോ എന്ന് ഈ ന്യൂ രജിസ്ട്രേഷന്റെ സമയത്ത് തന്നെ ആഡ് ചെയ്ത് എഴുതുക. അടുത്ത ഘട്ടത്തിൽ അതെന്തിനാണെന്ന് ചോദിച്ചാൽ, ആദ്യം തന്നെ ചോദിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നെക്സ്റ്റ് പേയ്മെന്റ് അടയ്ക്കുന്ന ഒരു സെക്ഷനിൽ അതിൽ ഡിഫറൻസ് ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ദെൻ അപേക്ഷ ഫീസ് പേയ്മെന്റിന്റെ സെക്ഷനിൽ കാറ്റഗറി അടിസ്ഥാനത്തിലാണ് അപേക്ഷ ഫീസ്. SC ST വിഭാഗക്കാർക്ക് 400, മറ്റ് വിഭാഗക്കാർക്ക് 800 ആണ് വരുന്നത്. OEC വിഭാഗത്തിൽപ്പെട്ടവർക്ക് AEC 800 ആണ്. അതിനകത്ത് ചേഞ്ചസും കാര്യങ്ങളൊന്നും ഇല്ല. സോ ഫസ്റ്റ് നമ്മൾ പേയ്മെന്റ് ചെയ്യണം. പേയ്മെന്റ് ഓൺലൈൻ ആയോ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുത്ത് ചെലാൻ വഴി നമ്മൾ ബാങ്കിൽ പോയിട്ട് DD അടയ്ക്കുകയോ ചെയ്യാം. ഓൺലൈൻ അടച്ചതിന് ശേഷം ഈ ഓൺലൈൻ ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ എന്ന് കാണിക്കണം. സക്സസ്ഫുൾ ആയതിനു ശേഷം മാത്രമാണ് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുന്നത്. സോ ചെലാൻ അടയ്ക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ചിലപ്പോൾ 24 hours ഒക്കെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട വരും. പക്ഷെ എന്നാലും കുഴപ്പമില്ല. അതിനുശേഷം അഗെയിൻ മേക്ക് ദ പേയ്മെന്റിൽ നമ്മുടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാൻ വേണ്ടി പറ്റും. ദെൻ തുടരുന്നതിന് ലോഗിൻ എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ലോഗിൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ നമ്പർ,
ചലാന്റെ നമ്പർ, ഫീസ് അടച്ച തീയതി, ഇവ നിങ്ങൾ കമ്പൽസറി ആയിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. അതിനുശേഷം നമുക്ക് പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പാസ്വേഡ് സെറ്റ് ചെയ്യുക. സോ സേവ് ചെയ്തിരിക്കുന്ന രജിസ്ട്രേഷൻ ID നമുക്ക് ഈ സമയത്ത് ലഭിക്കും. തുടർന്ന് ലോഗിൻ ചെയ്യുന്ന സമയത്ത് ആപ്ലിക്കേഷൻ നമ്പർ, രജിസ്ട്രേഷൻ ID, പാസ്വേഡ് ഇവ നൽകിയാൽ മാത്രമാണ് ആപ്ലിക്കേഷൻ കാൻഡിഡേറ്റ് പോർട്ടലിൽ കാൻഡിഡേറ്റിന് എൻ്റർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ ID, നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID, ഇത്രയും കാര്യങ്ങൾ കെയർഫുൾ ആയിട്ട് സൂക്ഷിച്ചു വെക്കുക. ദെൻ വൺസ് ഇത് എങ്ങനെയെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ ഇൻഫോ റിക്കവറി എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പിന്നെയും റീസെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതാണ് സെക്കൻഡ് സ്റ്റെപ്പ് വരുന്നത്. തേർഡ് സ്റ്റെപ്പ് വരുന്നത് ഫോട്ടോ, അതുപോലെ സിഗ്നേച്ചർ, കാൻഡിഡേറ്റിന്റെ സർട്ടിഫിക്കറ്റ്സ് ഇവ അപ്ലോഡ് ചെയ്യേണ്ട ഒരു സെക്ഷൻ ആണ്. അതിനായിട്ട് നിങ്ങൾ ലോഗിൻ എന്ന് പറയുന്ന സെക്ഷൻ ക്ലിക്ക് ചെയ്യുക. പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടത്. അപേക്ഷകന്റെ നേറ്റിവിറ്റി, ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ അതുപോലെ സംവരണം, സാമുദായിക സംവരണം, ഫീസ്, കൺസെഷൻ മാർക്ക് എന്നീ വിവരങ്ങൾ നൽകി അതിനുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് അപേക്ഷ പൂർണ്ണമാക്കുക. ഓക്കെ, സോ ദെൻ ഇവിടെ നൽകുന്ന മൊബൈൽ നമ്പർ, ഇമെയിൽ ID ഇവയായിരിക്കും അപേക്ഷകനെ ബന്ധപ്പെടാൻ ഉപയോഗിക്കുന്നത്. പിന്നീട് ഇവ മാറ്റാൻ സാധിക്കുന്നതല്ല. നൽകുന്ന ക്ലെയിം അനുസരിച്ചാണ് സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ട വരുന്നത്. നേറ്റിവിറ്റി തെളിയിക്കുന്ന രേഖയും ജനന തീയതി തെളിയിക്കുന്ന രേഖയും മാർക്ക് തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മാർക്ക് ലിസ്റ്റ്, അതായത് ഇപ്പൊ റീസെന്റ് ആയിട്ട് 2026 പാസ്സായിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ ഹോൾ ടിക്കറ്റിന്റെ നമ്പർ, രജിസ്ട്രേഷൻ നമ്പർ മാത്രം കൊടുത്താൽ മതി. പക്ഷെ അതിന് മുൻപ് പാസ്സായിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ മാർക്ക് 1 by 1 മാർക്കായിട്ട് തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട വരും. സോ ഇത്രയും കാര്യങ്ങൾ മസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ദെൻ ഇടയ്ക്ക് നമ്മൾ പറഞ്ഞല്ലോ ഫൈനൽ സബ്മിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്ത എല്ലാ കാര്യങ്ങളും പൂർത്തിയായതിനു ശേഷം മാത്രമേ ഫൈനൽ സബ്മിഷൻ കൊടുക്കാവൂ. അതിന് മുൻപായിട്ട് ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് മിസ്സിംഗ് ഉണ്ട്, അതൊന്നുകൂടെ പോയി കളക്ട് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സേവ് ചെയ്ത് വെച്ചതിന് ശേഷം ഈ സർട്ടിഫിക്കറ്റ് പിന്നീട് സമയം പോലെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഫൈനൽ കൺഫർമേഷന് മുമ്പായി തന്നെ നമ്മൾ മാറ്റേണ്ടതായിട്ടുണ്ട്. സോ ഇത്തരം കാര്യങ്ങളാണ്. ഇത് ഈ സർട്ടിഫിക്കറ്റ്സ് ഏതൊക്കെയാണ് വേണ്ടത് ക്ലെയിം കിട്ടാൻ വേണ്ടിയിട്ട്, വേരിയസ് ക്ലെയിംസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്, എല്ലാ ഡീറ്റെയിൽസും LBS സെന്ററിന്റെ പോർട്ടലിൽ, LBS സെന്ററിന്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഈ ഒരു സെക്ഷനിൽ തന്നെ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കിട്ടും. അത് ചെക്ക് ചെയ്ത് നോക്കി നന്നായിട്ട് റീഡ് ചെയ്തതിന് ശേഷം മാത്രം ആപ്ലിക്കേഷൻ അയക്കുക. ആപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് July 2 ആണ്. സോ July 2 വരെ വെയിറ്റ് ചെയ്യരുത്. ഒരു May 13 മുമ്പായിട്ട് തന്നെ ആപ്ലിക്കേഷൻ, അതിന് വേണ്ട ഡോക്യുമെന്റ്സ് എല്ലാം നിങ്ങൾ കൺഫേം ആക്കി എടുത്ത് ആപ്ലിക്കേഷൻ അയക്കാൻ നോക്കുക. ദെൻ കോളേജസ് ചൂസ് ചെയ്യുന്ന ഒരു സെക്ഷൻ ആണ്. സോ ആ ടൈമിൽ അഗെയിൻ നമ്മളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ എന്തെങ്കിലും ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റിൽ എഴുതുക. സോ കമന്റിൽ എഴുതുമ്പോൾ അറിയാവുന്ന ആളുകൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. വി വിൽ ഓൾസോ ഹെൽപ്പ് യു. സോ താങ്ക് യു ഫോർ വാച്ചിങ്.